ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ JEE പേപ്പർ 2ൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് JEE പേപ്പർ 2 എഴുതിയിട്ടുള്ളത്. ആർക്കിടെക്ചർ എക്സ്പീരിയൻഡ് ആയിട്ടുള്ള കുട്ടികളാണ് JEE പേപ്പർ 2 മെയിനായിട്ട് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിൻ്റെ ടഫ്നെസ്സിനെ പറ്റി അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും, എക്സ്പെക്റ്റഡ് കട്ട് ഓഫിനെ പറ്റി അറിയാനായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും, ലെവൽ ഓഫ് ഡിഫിക്കൽറ്റീസ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ സെഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു അനാലിസിസ് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ കിടക്കാൻ പോകുന്നത്. ഈ ഒരു എക്സാമിൻ്റെ ടഫ്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ JEE പേപ്പർ 2 ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. ലൈക്ക് ആപ്റ്റിറ്റ്യൂഡിന് ഒരു പ്രത്യേക മോഡൽ ക്വസ്റ്റ്യൻസാണ് സ്ഥിരമായി ചോദിച്ചു വരുന്നത്. ആ ഒരു മോഡലിൽ നിന്ന് വലിയ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇത്തവണയും വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കത് പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പോലും ചില ക്വസ്റ്റ്യൻസുകൾ ലൈക്ക് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ലൈക്ക് അല്ലെങ്കിൽ ജനറൽ നോളജുമായി ബന്ധപ്പെട്ട് ആർക്കിടെക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ നോളജ്, അത്തരം ചില ക്വസ്റ്റ്യൻസുകൾ ഏതൊരു വട്ടത്തെയും പോലെ തന്നെ ചില കുട്ടികൾക്കൊക്കെ ചില ക്വസ്റ്റ്യൻസുകൾ ടഫായി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ജനറൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻസ്, അതുപോലെ തന്നെ മിറർ ഇമേജ്, വാട്ടർ ഇമേജ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മാത്സ് നമ്മളെപ്പോഴും വളരെ പേടിച്ചുകൊണ്ട് ടഫാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു സെഷനാണ്. കാരണം JEE എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള മാത്സ് എക്സാമുകളിൽ ഒന്നാണ്. പക്ഷേ ഇത്തവണ പല കുട്ടികളും ഇഗ്നൈറ്റിലെ കുട്ടികൾ പലരും എന്നോട് എളുപ്പമാണെന്നാണ് ഒരു ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത മോഡൽ തന്നെ 25 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് എൻട്രി ചെയ്യേണ്ടതും ബാക്കിയെല്ലാം MCQ ആ ഒരു മോഡലിലാണ് മാത്സ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇഗ്നൈറ്റിലെ ഭൂരിഭാഗം കുട്ടികൾക്കും മാത്സ് വളരെയധികം എളുപ്പമാണ് എന്നാണ് പറയുന്നത്. അത് ഓരോരുത്തർക്കും അവരുടെ ഒരു ഇത് വെച്ചിട്ട് അവർ എളുപ്പം എന്ന രീതിയിലാണ് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ അനാലിസിസ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി വരുത്തുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നത് എന്നുള്ള ഒരു ഡിസ്കഷനിലേക്ക് വരുമ്പോൾ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത മോഡൽ തന്നെ ടോപ്പ് വ്യൂ, പ്ലാൻ ആൻഡ് എലിവേഷൻ, സൈഡ് വ്യൂ അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ചില കുട്ടികൾ പറയുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് വെച്ച് അതിന് ചെറിയൊരു കുറവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഏകദേശം ഒരു സെയിം റേഷ്യോയിൽ തന്നെ അവർ ചോദിക്കാറ്. അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ NTA കീ റിലീസ് ചെയ്യുന്നതോടുകൂടി ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ ചെയ്യുന്നതായിരിക്കും. ഇനി ആർക്കിടെക്ചർ GK റിലേറ്റഡ് ഒരു 25 അബോവ് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പല ക്വസ്റ്റ്യൻസുകളും ചില ടഫുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ചിലവർക്ക് അത് എളുപ്പമായി എന്ന് പറയുന്നുണ്ട്. പല ക്വസ്റ്റ്യൻസും നമ്മുടെ മെറ്റീരിയലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഇതിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത്. കാൻപൂർ ഈസ് ഫേമസ് ഫോർ, ഷാലിമാർ ഗാർഡൻ ബിൽഡ് ബൈ, മോട്ടി മഹൽ ഈസ് ബിൽഡ് ബൈ, അത്തരം ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ നമുക്ക് വളരെ ഫെമിലിയർ ആവേണ്ട പല ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ പല ക്വസ്റ്റ്യൻസും എന്നാണ് എനിക്കിതിന് ജസ്റ്റ് എന്നാലും ഓവറോൾ നോക്കുമ്പോൾ കുട്ടികൾ പറയുന്നു 40 to 45 ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ എന്ന രീതിയിലാണ്. 5 to 10 ക്വസ്റ്റ്യൻസ്, 3 to 8 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ മാത്സിലും പറ്റേണ്ടതാണ്. 3 to 8 അല്ലെങ്കിൽ 5 to 10 രണ്ട് റേഞ്ചാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദി ഇമേജ് എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. താജ് പാലസ് ആയിരുന്നു. പിന്നെ മാച്ച് ദി ഫോളോയിങ് ഉണ്ടായിരുന്നു. ഫേമസ് ബിൽഡിങ്സ് റിലേറ്റഡ് ആയിരുന്നു. മാത്സിൽ വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യൻസ്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ക്വസ്റ്റ്യൻസ്. ഡ്രോയിങ് വരുമ്പോൾ പിക്ചർ ഡ്രോയിങ്, പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്ങിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നപ്പോൾ നമ്മളിവിടെ ഒരു സ്കെച്ചിങ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് ഗ്രൗണ്ടിനൊക്കെ വരയ്ക്കാനായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. ചില കുട്ടികളൊക്കെ വിളിച്ചപ്പോൾ എന്നോട് പറയുകയുണ്ടായി. അതല്ലെങ്കിൽ തന്നെ ബാക്കി ബേസിക് ക്ലാസ്സുകളും ഒക്കെ കാണുന്ന കുട്ടികൾക്ക് തന്നെ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളിവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യിച്ച പല ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻസും അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെയാണ് ഡ്രോയിങ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചതായിട്ട് പറയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ തെറ്റുകൾ വരാനുള്ള സാധ്യതകൾ, ടെക്നിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യതകൾ ഇഗ്നൈറ്റിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ കുറവാണ്. ജനറലായിട്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് ഒരു ഓവറോളായിട്ട് പറയാനുള്ളത്. ഒരു 185 സ്കോർ ചെയ്യുകയും എക്സലൻ്റ് ആയിട്ട് വരയ്ക്കുകയും ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് 99.9% എത്താനുള്ള സാധ്യതയുണ്ട്. ആവറേജ് ആയിട്ടുള്ളൊരു ഡ്രോയിങ്ങും 200 മാർക്സ് ഇൻ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡ്രോയിങ് കൂടുമ്പോൾ, അതായത് ഔട്ട് ഓഫ് 300 കിട്ടുകയാണെങ്കിലും 99.9% എത്തും.
പിന്നെ ആവറേജ് ഡ്രോയിങ് പ്ലസ് 175 മാർക്കാണെങ്കിൽ 99% ആൻഡ് അബോവ് കിട്ടാൻ സാധ്യതയുണ്ട്. എക്സലൻറ്റ് ഡ്രോയിങ് ആൻഡ് 165 മാർക്സ് ഉണ്ടെങ്കിൽ 99% ആൻഡ് അബോവ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു അനായത് ഞാൻ ഞാൻ തന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികളും 1-2 പുറമേ പഠിക്കുന്ന പല കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന പല കുട്ടികളുണ്ട്. അവരുടെ മായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രൈമറി അനാലിസിസിൽ നിന്നാണ് ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുള്ളത്. കൂടുതൽ അനാലിസിസിന് ശേഷം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.